Dear students, welcome to our maths class. Today we are going to study chapter 7, similar triangles. First topic, angles and sides. We know that if all sides of one triangle are equal to the sides of another triangle, then the angles of the triangles are also equal. On the other hand, all angles of a triangle are equal to angles of another triangle, their sides may not be ഈക്വൽ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒരു ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സിനോട് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസിലുള്ള എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പക്ഷേ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, രണ്ട് ട്രയാങ്കിൾസിലെ എല്ലാ ആംഗിൾസും സെയിം ആണ്, പക്ഷേ സൈഡ്സ് ഈക്വൽ ലെങ്ത് ആവണമെന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ ക്ലാസ് 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്നൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട അങ്ങനെ വരുന്ന ട്രയാങ്കിൾസിന് എന്താണ് പറയുന്നത് എന്നുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊരു സംശയം വരാം, അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സും ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞു ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആവണമെന്നില്ല. രണ്ട് ട്രയാങ്കിൾസിൽ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, പക്ഷെ എന്താവണമെന്നില്ല, സൈഡ്സ് ഈക്വൽ ആവണമെന്നില്ല, സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആവണം എന്ന് ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ സൈഡ്സും ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും റേഷ്യോ, എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫിഗറിൽ കാണുന്ന രണ്ട് ട്രയാങ്കിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് 60 ഡിഗ്രി, ഒന്ന് 40 ഡിഗ്രി. രണ്ടാമത്തെ സ്മോൾ ട്രയാങ്കിളും അതേപോലെ തന്നെയാണ് 16, 14. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആണ്. എത്രയാ വരിക? 80 ഡിഗ്രി അല്ലെ. 60 + 40 100, 100 + 80 180 ഡിഗ്രി. ഇത് രണ്ടും 80 ഡിഗ്രി 80 ഡിഗ്രി എന്ന് വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലുള്ള രണ്ട് ഫിഗർ നിങ്ങളൊരു പേപ്പറിൽ വരച്ചതിന് ശേഷം വെട്ടിയെടുക്കാം. അതിനുശേഷം ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ചേർത്ത് വെക്കുക. ചേർത്ത് വെക്കുന്ന സമയത്ത് ഈ 40 ഡിഗ്രിയും ഈ 40 ഡിഗ്രിയും എന്താവും? ചേർന്നിരിക്കും. ഈ 40 ഡിഗ്രിയും ചേർന്നിരിക്കുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് 40 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി വരും, ഇത് 60 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലെ. ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ലൈൻസ്. അപ്പൊ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ നമുക്ക് വേണമെങ്കിൽ ഇതിന് ABCDE എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ DE എന്ന ADE എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ DE എന്ന സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്നതാണ് CB. അങ്ങനെ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ട് സൈഡ്സിനെയും ADയെയും AEനെയും സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യാം. ADയെയും AEനെയും എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. DE CB പാരലൽ ആണ്. അപ്പോൾ ഒരു സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന മറ്റൊരു ലൈൻ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡ്സിനെയും, ട്രയാങ്കിൾസിന്റെ ബാക്കി രണ്ട് സൈഡ്സിനെയും സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. ഈ രണ്ട് ഫിഗർ നോക്കുക. ഒന്നാമത്തെ ഫിഗറിൽ ABC, ഒന്നാമത്തെ ഫിഗറിന്റെ ട്രയാങ്കിളിലെ ലെങ്ത് ABC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ PQR എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഫിഗർ രണ്ടും കൂടി ഇതുപോലെ ചേർത്ത് വെക്കുമ്പോൾ ടോട്ടൽ എന്താണ്? A സെന്റിമീറ്റർ ആണ്. അതിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ P എന്ന പോർഷൻ ഇവിടെ വെച്ചപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ്? P ആയിട്ട് എടുത്താൽ ബാക്കിയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിൽ നിന്നും Pനെ മൈനസ് ചെയ്ത് ബാക്കിയുള്ള ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ A ആയിരുന്നു. ആ ടോട്ടൽ എയിൽ നിന്നും ഇത്രയും P എന്ന ഡിസ്റ്റൻസ് പോയപ്പോൾ ബാക്കി വന്നതാണ് എന്ത്? A - P. അതേപോലെ ഇവിടെ ടോട്ടൽ B സെന്റിമീറ്റർ ആയിരുന്നു. ടോട്ടൽ എത്രയായിരുന്നു? B സെന്റിമീറ്റർ ആയിരുന്നു. ആ B സെന്റിമീറ്ററിൽ ഈ ഗ്രീൻ പോർഷൻ വെച്ചപ്പോൾ Q സെന്റിമീറ്റർ വെച്ചപ്പോൾ ബാക്കിയുള്ളത് എത്ര എവിടെ ഉണ്ടാവുക? B - Q. അപ്പൊ ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് റേഷ്യോ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സെയിം റേഷ്യോ എന്ന് പറയുമ്പോൾ A - P/P = B - Q/Q. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും.
റേഷ്യോസിനെ എങ്ങനെ എഴുതാം? a മൈനസ് പി ബൈ പി ഈക്വൽ ടു ബി മൈനസ് ക്യൂ ബൈ ക്യൂ. ഇതിൽ നിന്നും നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് a ബൈ പി മൈനസ് 1. ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇത്. ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. a ബൈ പി മൈനസ് 1 നമ്മൾ ഫ്രാക്ഷൻ അല്ലേ, ഫ്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ a ഇൻറ്റു 1 a, p ഇൻറ്റു 1 p. അപ്പോൾ ഇവിടെ മൈനസ് ഇട്ടു, മൈനസ് പി ബൈ പി ഇൻറ്റു 1 പി. അപ്പോൾ a മൈനസ് പി ബൈ പി ഇത് തന്നെയല്ലേ കിട്ടുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതി? a മൈനസ് പി മൈനസ് 1. അതേപോലെ ഇതിനെയും ഈ രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ എഴുതി. അതിനുശേഷം രണ്ട് ഭാഗത്തുള്ള -1 ക്യാൻസൽ ചെയ്തപ്പോൾ എന്താ ബാക്കി കിട്ടുന്നത്? a ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യൂ. അതായത് എങ്ങനെ വരാൻ പറ്റും? a ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യൂ. ഇത് രണ്ടിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് a ബൈ പി ഈക്വൽ ടു സി ബൈ ആർ. ഇതേപോലെ സെയിം മെത്തേഡാണ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് a ബൈ പി ഈക്വൽ ടു സി ബൈ ആർ. അതിൽ നിന്നും മൂന്നും കൂടി a ബൈ പി ബി ബൈ ക്യൂനും ഈക്വൽ ആണ്, സി ബൈ ആറിനും ഈക്വൽ ആണ്. സോ നമുക്ക് അതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാൻ എങ്ങനെ പറ്റും? a ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യൂ ഈക്വൽ ടു സി ബൈ ആർ. എല്ലാത്തിന്റെയും റേഷ്യോസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. a ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യൂ ഈക്വൽ ടു സി ബൈ ആർ. ദാറ്റ് മീൻസ് a ബൈ പി ബി ബൈ ക്യൂ സി ബൈ ആർ ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. ആ കോൺസ്റ്റന്റ് നമ്പർ നമുക്ക് തൽക്കാലം k എന്ന് ഡിനോട്ട് ചെയ്യാം. a ബൈ പി ചെയ്താലും ബി ബൈ ക്യൂ ചെയ്താലും സി ബൈ ആർ ചെയ്താലും നമുക്ക് കിട്ടുന്നത് k എന്നൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. എക്കും ബിക്കും അതുപോലെ ഓരോ നമ്പേഴ്സ് വരാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ a b c അല്ല p q r ഇതിനെല്ലാം നമ്പേഴ്സ് വരും. അപ്പൊ എന്ത് ചെയ്താലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടാം. സോ a ബൈ പി ഈക്വൽ ടു കെ, a ബൈ പി ഈക്വൽ ടു കെ. അങ്ങനെയാണ് a ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? k ഇൻറ്റു പി, കെ പി എന്ന് എഴുതാൻ പറ്റും. അതുപോലെ b ഈക്വൽ ടു ഇതേപോലെ b ഈക്വൽ ടു കെ ക്യൂ എന്ന് എഴുതാം. c ഈക്വൽ ടു കെ ആർ. ഈ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആക്കിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. അതായത് ഒരു സിമിലർ ട്രയാങ്കിൾസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് ഒരു സെയിം ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതായിരിക്കും. ഫോർ എക്സാമ്പിൾ പി എന്ന സൈഡിനെ കെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ് എ എന്ന ആൻസർ. അതേപോലെ ക്യൂ എന്ന സൈഡിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് നിങ്ങൾക്ക് എന്ത്? ബി എന്ന ആൻസർ. അതേപോലെ ആർ എന്ന സൈഡിനെ കെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് സി. അതാണ് ടീച്ചർ തൊട്ട് മുൻപ് പറഞ്ഞ എ ഈക്വൽ ടു കെ പി, ബി ഈക്വൽ ടു കെ ക്യൂ, സി ഈക്വൽ ടു കെ ആർ എന്ന് എഴുതിയത്. അപ്പൊ സ്കെയിൽ ഫാക്ടർ ഏതാണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടർ കെ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ഈ ട്രയാങ്കിളിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ 3/4 ആയിട്ട്, ഇതിന്റെ സൈഡ്സ് 3/4 ആയിട്ട് വരയ്ക്കണം. ക്വസ്റ്റ്യൻ ഉടനെ വി വാണ്ട് ടു ഡ്രോ എ സ്മോളർ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് 3/4 ഓഫ് ദി സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിലെ 3/4 പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്മോളർ ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 6 സെന്റിമീറ്ററിന്റെ 3/4 കണ്ടുപിടിക്കണം. 6ന്റെ 3/4 അതെങ്ങനെ കണ്ടുപിടിക്കുക? 6ന്റെ 3/4 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 3/4 ചെയ്യുക. 6 ഇൻറ്റു 3 18/4. 18 ഡിവൈഡ് ബൈ 4 4.5. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ 4.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചിട്ട് ഈ ക്വസ്റ്റ്യനിൽ എത്രയാണോ ആംഗിൾസ് തന്നിരിക്കുന്നത് അതേ ആംഗിൾസ് ആയിരിക്കണം ഇവിടെയും വരയ്ക്കേണ്ടത്. ആദ്യം 4.5 സെന്റിമീറ്റർ വരച്ചു. ഇവിടെ നിന്നും 50 ഡിഗ്രി എടുത്തു, ഇവിടെ നിന്നും 70 ഡിഗ്രി എടുത്തു. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കട്ട് ചെയ്തു, ട്രയാങ്കിൾ ഫോം ചെയ്തു, ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഈ രീതിയിലാണ് നമുക്ക് ഒരു സൈഡും രണ്ട് ആംഗിൾസും തന്നാൽ നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് 3/4 തരുന്നില്ല, 6/7 ഏത് നമ്പർ വേണമെങ്കിൽ തരാം. അപ്പൊ തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന സൈഡ്സിന്റെ ഓരോ അവർ പറഞ്ഞിരിക്കുന്ന പോലെ 3/4 ആണോ അല്ലെങ്കിൽ 7/8 ആണോ എന്താണ് വെച്ചാൽ ഈ രീതിയിൽ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്.